പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് മദ്യനിർമ്മാണശാലയിലേക്കുള്ള വെള്ളം ശേഖരിക്കുക. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട്. ജലചൂഷണം ഉണ്ടാകുമെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതേസമയം വിഷയത്തിലെ CPI പ്രതിഷേധം തള്ളി MV ഗോവിന്ദൻ രംഗത്തെത്തി. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ ബിയർ ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തക്ക വിധം വലിപ്പത്തിലുള്ള വലിയൊരു മഴവെള്ള സംഭരണി ഉണ്ടാക്കും, അതിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, അല്ലേ? ശരി, ബിയറിനൊപ്പം CPM പാലക്കാട്ടെ ബിയർ ഉൽപാദന കമ്പനിക്ക് വെള്ളം ശേഖരിക്കുന്നത് മഴവെള്ള സംഭരണിയിൽ നിന്നാകും എന്നാണ് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. ആ ബ്രൂവറി പദ്ധതിയെ ന്യായീകരിക്കുകയാണ്. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നും അതിൽ നിന്ന് ആണ് ജലമെടുക്കുന്നത്, അല്ല ജലചൂഷണം ഉണ്ടാകുമെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം വിഷയത്തിലെ CPI പ്രതിഷേധം തള്ളുകയാണ് MV ഗോവിന്ദൻ. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല. അതായത് ഇത് ഞങ്ങളുടെ പദ്ധതി എന്നാകും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നു. പാർട്ടിയുടെ പദ്ധതിയാണ് എന്നുദ്ദേശിക്കുന്നുവോ എന്ന സംശയമാണ് ആ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഒരു മുന്നണി സംവിധാനത്തിനുള്ളിൽ ഒരു പദ്ധതി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വികസന മുന്നേറ്റത്തിന് സർക്കാർ ശ്രമിക്കുമ്പോൾ എതിർപ്പുകൾ ഉയരാം, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം. പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അത് തന്നെയല്ലേ? 2 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഒന്ന്, മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ടായാലും ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങും. 2, മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ കാര്യമാക്കുന്നില്ല. നമുക്ക് ആദ്യത്തേതിനെക്കുറിച്ച് പറയാം. അതായത് ഈ 5 ഏക്കർ വ്യാപിക്കുന്ന ഒരു മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളമെടുത്ത് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിക്കും, ഞങ്ങൾ ഒരു ഡാമിലെയും വെള്ളമെടുക്കുന്നില്ല, ജലചൂഷണം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു ന്യായീകരണം മാത്രമായി കണ്ടാൽ മതിയോ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ ഈ മഴവെള്ള സംഭരണിയിൽ നിന്നും വെള്ളം എന്ന തരത്തിൽ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും BJP പ്രവർത്തകർ ഈ വിഷയത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ, അതായത് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഉപരോധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. BJP പ്രവർത്തകർ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്തരത്തിൽ കുടിവെള്ളം മദ്യത്തിന് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് എത്തി. ഇതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്നലെ നടന്നിരുന്നു. 3 മണ്ഡലം കമ്മിറ്റികൾ 3 ഭാഗത്തായി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീകൃഷ്ണകുമാർ, അതുപോലെ തന്നെ യുവമോർച്ച ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ മറ്റ് ജില്ലാ നേതാക്കളുടെയും മറ്റും നേതൃത്വത്തിൽ, സംസ്ഥാന നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. പോലീസ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ഈ മദ്യത്തിന് കുടിവെള്ളം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്